മുഴപ്പാലയിൽ തെരുവുനായയെ കൊന്നതിനെതിരെ പോലീസിൽ പരാതി നൽകിയത് മൃഗസ്നേഹികളുടെ സംഘടന. വെഫ എന്ന സംഘടനയുടെ ഫൗണ്ടറും മാനേജിംഗ് ട്രസ്റ്റിയുമായ വിവേക് കെ വിശ്വനാഥാണ് പരാതിക്കാരൻ. സംഘടനയുടെ പരാതിയാണ് താൻ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയതെന്ന് പാനൂർ സ്വദേശിയായ സിന്ധു പ്രകാശ് കണ്ണൂർ വിഷ്ണുവോട് പറഞ്ഞു. മുഴപ്പാല ഉച്ചുളിക്കുന്നിൽ നായയെ ചത്തനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ചക്കരക്കൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃഗസ്നേഹികളുടെ സംഘടനയായ വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി മാനേജിംഗ് ട്രസ്റ്റി വിവേക് കെ വിശ്വനാഥാണ് പരാതിക്കാരൻ. ഇവരുടെ പരാതി പാനൂർ സ്വദേശിയായ സിന്ധു പ്രകാശാണ് ചക്കരക്കൽ സ്റ്റേഷനിൽ എത്തിച്ചത്. താൻ വ്യക്തിപരമായി നൽകിയ പരാതിയല്ല ഇതെന്നും വെഫ എന്ന സംഘടനയുടെ പരാതി താനും മറ്റൊരാളും കൂടി ചക്കരക്കൽ സ്റ്റേഷനിൽ എത്തി നൽകുക മാത്രമാണ് ഉണ്ടായതെന്നും പാനൂർ സ്വദേശിയായ സിന്ധു പ്രകാശ് കണ്ണൂർ വിഷനോട് പറഞ്ഞു. ഇന്നലെ 22-ാം തീയതി വൈകുന്നേരം കണ്ണൂർ വിഷനിൽ ചക്കരക്കല്ലിൽ തെരുവുനായ വിഷയവുമായിട്ട് ഒരു വാർത്ത കാണാനിടയായി. അതിൽ സിന്ധു പ്രകാശ് എന്നൊരാൾ മൃഗസ്നേഹിയുടെ പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതുമാത്രമല്ല ഒരു മാനേജിംഗ് ട്രസ്റ്റി കൂടിയാണ്, വെഫയുടെ മാനേജിംഗ് ട്രസ്റ്റി കൂടിയാണ് സിന്ധു പ്രകാശ് എന്ന് വ്യാജ വാർത്ത വന്നിട്ടുണ്ട്. അത് തീർത്തും തെറ്റാണ്. വെഫ എന്ന സംഘടന 20-ാം തീയതി ഓൺലൈനിൽ കൊടുത്ത ഒരു പരാതി നേരിട്ട് ഞാൻ അവിടെ കണ്ണൂർ ജില്ലയുടെ മെമ്പർ എന്ന നിലയിൽ നേരിട്ട് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു എന്നത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വെഫ എന്ന സംഘടനയുടെ മാനേജിംഗ് ട്രസ്റ്റി വിവേക് വിശ്വനാഥാണ്. ഈ സംഘടന തൃശ്ശൂരാണ്. ഈ സംഘടനയാണ് ഈ കേസ് ഓൺലൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. ആ കേസ് കൊണ്ടുപോകുന്നതും വെഫ എന്ന സംഘടനയാണ്. വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി മാനേജിംഗ് ട്രസ്റ്റിയും ഫൗണ്ടറുമാണ് പോലീസിൽ പരാതി നൽകിയ പാനൂർ സ്വദേശിയായ സിന്ധു പ്രകാശ് എന്ന കണ്ണൂർ വിഷൻ വാർത്തയിലെ ഭാഗം തെറ്റാണ്. സംഘടനയുടെ മെമ്പർ മാത്രമാണ് താൻ എന്നും സിന്ധു അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെയാണ് നാടിനെയാകെ ഭീതിയിലാഴ്ത്തി പേയിളകിയത് എന്ന് സംശയിക്കുന്ന തെരുവുനായ പരാക്രമം കാട്ടിയത്. വീടിന്റെ വരാന്തയിൽ നിൽക്കുകയായിരുന്ന കുട്ടികളെയും നടന്നു പോകുന്നവരെയും നായ കടിച്ചു. 35ഓളം പേരാണ് നായയുടെ കടിയേറ്റ് ചികിത്സ തേടിയത്. ഈ നായയാണ് പിന്നീട് മുഴപ്പാല ഉച്ചുളിക്കുന്ന് എന്ന സ്ഥലത്ത് ഉച്ചക്ക് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇതിനെതിരെയാണ് വെഫ പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.